മലയാളിക്ക് ഏറെ അഭിമാനിക്കാൻ വകയുണ്ട്. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിലൂടെ ദേശീയ അവാർഡ് മലയാളി എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ അതിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച സെറിൻ ചേരുന്നു. സെറിൻ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഏറ്റവും മലയാള സിനിമയിൽ തന്നെ വളരെ ധീരമായ ഒരു ചിത്രമായിരുന്നു ആട്ടം. എങ്ങനെ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു? താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ്. എവരിവൺ ഈസ് വെരി എക്സൈറ്റഡ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിന്റെ ഇടയിലാണ്, ആൻഡ് അതിനിടയിലാണ് ഈ ന്യൂസ് കിട്ടിയത്. സോ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇത് കലാകാരന്മാർക്കുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയായിരുന്നു ഈ ചിത്രം. അരങ്ങ് എന്ന നാടക ഗ്രൂപ്പ്, അതിലെ നാടക പ്രവർത്തകരുടെ ജീവിതം, അതിന്റെ പശ്ചാത്തലം, ആ കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന ആത്മസംഘർഷങ്ങൾ. അപ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട് അതുകൂടി പരിഗണിക്കുമ്പോൾ. വെരി ഹാപ്പി. കാരണം ക്രാഫ്റ്റിന് കുറേ പ്രാധാന്യവും മുൻഗണനയും കൊടുത്തൊരു സിനിമയാണ്. ഇതിന്റെ മേക്കിങ്ങും ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങും എല്ലാം. അപ്പോൾ അതിനെല്ലാം ഒരു നല്ല അംഗീകാരം കിട്ടിയപ്പോൾ വെരി ഹാപ്പി. തീർച്ചയായും മലയാള സിനിമ ദേശീയതലത്തിൽ കൂടി അംഗീകരിക്കപ്പെടുകയാണ്. എത്രയോ വൈവിധ്യമുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എത്രയോ സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും മികച്ച സിനിമയാകുന്നത് മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമയാണ്. ഓക്കെ, നന്ദി സെറിൻ. സോറി ഞാൻ കേട്ടില്ല. സെറിൻ, ഞാൻ ചോദിച്ചത് മറ്റൊന്നുമല്ല. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് റിലീസ് ചെയ്ത 2022 സെൻസർ ചെയ്ത എത്രയോ മറ്റ് ഭാഷകളിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളിൽ നിന്നും മറാഠിയിൽ നിന്നൊക്കെയുള്ള അന്യഭാഷാ ചിത്രങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അതിനോടൊക്കെ മത്സരിച്ച് വിജയം നേടുന്ന ഒരു മലയാള സിനിമയാണ് എന്നുള്ളത് ഏറെ അഭിമാനമാണ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ വർഷം കുറേ മലയാളത്തിൽ തന്നെ കുറേ അടിപൊളി സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പോ അതിനിടയിൽ കമ്മിറ്റ് ചെയ്ത് ഈ നല്ലൊരു അംഗീകാരം കിട്ടിയതിൽ വളരെയധികം സോ ഹാപ്പി. ശരി, നന്ദി സെറിൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അതിൽ പ്രധാന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി, നായികാവേശം കൈകാര്യം ചെയ്ത സെറിൻ ഷിഹാബിന്റെ പ്രതികരണമാണ് കേട്ടത്. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം സിനിമയിലൂടെ മലയാളത്തിലേക്ക് ഒരു പുരസ്കാരം, മികച്ച സിനിമ ആട്ടമാണ്, മലയാളത്തിലേക്ക് പുരസ്കാരം വരികയാണ്. നിരൂപക പ്രശംസ നേടിയ അന്താരാഷ്ട്ര പുരസ്കാര വേദികളിലും ഒപ്പം തന്നെ ചലച്ചിത്രമേളകളിലേറെ തിളങ്ങിയ സിനിമ കൂടിയാണ്. അരങ്ങ് എന്ന നാടക ട്രൂപ്പും അതിലെ നാടക പ്രവർത്തകരുടെ ജീവിതവുമായിരുന്നു ആട്ടത്തിന്റെ പശ്ചാത്തലം. നാടകത്തിനുള്ളിലെ നാടകങ്ങൾ, അവരുടെ ആത്മസംഘർഷങ്ങളൊക്കെ തന്നെയായിരുന്നു സിനിമയുടെ പ്രമേയം. ഏറ്റവും സ്ത്രീപക്ഷമായ അതിന്റെ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്ത സിനിമ നാടകീയമായ അഭിനയ മുഹൂർത്തങ്ങളുടെ കടന്നു പോകുമ്പോഴും സിനിമയായി നിലനിർത്തുകയും നാടകത്തിലേക്ക് വീണുപോകാതെ കൈയടക്കത്തോടെ കഥ പറയുന്ന ഒരു രീതിയും പ്രേക്ഷകർ കണ്ടു. ഓരോ കഥാപാത്രത്തിനും കൃത്യമായ സ്ക്രീൻ പെർഫോമിംഗ് സ്പേസ് നൽകിയായിരുന്നു ഈ ആനന്ദ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. ഒരേ സമയം കലയും കച്ചവടവും പരീക്ഷണവും ഒന്നിക്കുന്ന അപൂർവമായ ചലച്ചിത്ര അനുഭവമായിരുന്നു പ്രേക്ഷകർക്ക് ആട്ടം. ആ ആട്ടത്തിനിപ്പോൾ അംഗീകാരം തേടിയെത്തിയാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാളത്തിന് അഭിമാനമാവുകയാണ് ആട്ടം. ഒരേ സമയം ത്രില്ലറും പൊളിറ്റിക്കലുമായിരുന്നു ആ ചിത്രം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ഉദ്വേഗഭരിതമായിരുന്നു. ഓരോ കഥാപാത്രത്തിന്റെയും വീക്ഷണകോണിലൂടെ ഒരു കുറ്റകൃത്യത്തെ വിശകലനം ചെയ്യുമ്പോൾ സിനിമ ഏറ്റവും ഉദ്വേഗഭരിതമായിരുന്നു. ഒരേ സമയം ത്രില്ലറാകുന്നു, മറ്റൊരേ സമയം പൊളിറ്റിക്കലാകുന്നു. അഞ്ജലി ആയിരുന്നു ട്രൂപ്പിലെ ഏക വനിത. അതുകൊണ്ട് തന്നെ ട്രൂപ്പിലെ പലതരക്കാരായ ആണുങ്ങളുടെ മനോഭാവത്തെ സംവിധായകൻ സൂക്ഷ്മമായി പ്രശ്നവൽക്കരിക്കുന്നത് ചിത്രത്തിൽ കണ്ടു. പല നിലപാടുകൾ എടുക്കുന്ന ആണുങ്ങൾ ഒടുക്കം ഒരേ തൂവൽ പക്ഷികളാകുന്ന കാഴ്ച, അങ്ങനെ വലിയൊരു രാഷ്ട്രീയം കൂടി ഈ സിനിമ മുന്നോട്ട് വെച്ചിരുന്നു. ആ നിലയിൽ എല്ലാവിധത്തിലും ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് ആട്ടം. OTT റിലീസിന് ശേഷമാണ് ഈ സിനിമ അധികം ചർച്ചയായത് മലയാളി പ്രേക്ഷകർക്കിടയിൽ. ഇപ്പോൾ ആ സിനിമ ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. മികച്ച സിനിമയായി ആട്ടത്തിനെ തെരഞ്ഞെടുക്കുന്നു. മറ്റ് അവാർഡുകൾ കൂടി പറഞ്ഞാൽ ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കുന്നത്. കാന്താരയിലെ അഭിനയത്തിനാണ്. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് മറ്റൊരു നിരാശയുണ്ട്. മമ്മൂട്ടിയുടെ പേര് അവാർഡിനായി പരിഗണിച്ചിരുന്നു. പക്ഷേ ജൂറി തെരഞ്ഞെടുത്തിരിക്കുന്നത് കാന്താരയിലെ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടിയാണ്. ഒപ്പം എഡിറ്റിങ്ങിനും ആട്ടം പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നു. മഹേഷ് ഭുവനേന്ദാണ് എഡിറ്റിങ്ങിന് അവാർഡ് നേടുന്നത്.
ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ. തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിലൂടെ മികച്ച നടിയായി നിത്യ മേനോനാണ് പുരസ്കാരം നേടുന്നത്. മികച്ച സിനിമയടക്കം 3 പുരസ്കാരങ്ങളാണ് ആട്ടത്തിന് ലഭിച്ചിരിക്കുന്നത്. മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷിയാണ്, അദ്ദേഹം തന്നെയാണ് സിനിമയുടെ സംവിധാനം. ഒപ്പം മികച്ച ചിത്ര സംയോജനം മഹേഷ് ഭുവനേന്ദ്, അതും ആട്ടത്തിനാണ്. ഒപ്പം തന്നെ മികച്ച സിനിമ, മലയാള സിനിമയ്ക്ക് വലിയ അംഗീകാരം, മലയാള തിളക്കമായി മാറുകയാണ് ആട്ടം. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്കയാണ് മികച്ച മലയാള ചിത്രം. ഒപ്പം സൗദി വെള്ളക്കയിലൂടെ ബോംബെ ജയശ്രീയാണ് മികച്ച ഗായികയാവുന്നത്. മാളികപ്പുറം സിനിമയിലെ ശ്രീപദാണ് മികച്ച ബാലതാരം. കാന്താരയിലെ പ്രകടനത്തിലൂടെ ഒരുപാട് നിരൂപക പ്രശംസ നേടിയ കഥാപാത്രമായിരുന്നു. ഋഷഭ് ഷെട്ടി മികച്ച നടനാകുന്നു. ദേശീയതലത്തിൽ ആട്ടം തിളങ്ങുന്നു എന്നുള്ളതാണ് മലയാളികൾക്കേറെ അഭിമാനിക്കാൻ വകയുള്ളത്. മികച്ച സിനിമയടക്കം 3 പുരസ്കാരങ്ങളാണ് ആട്ടത്തിന് ലഭിക്കുന്നത്. മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷി ആട്ടത്തിന് ലഭിക്കുന്നു. ഒപ്പം തന്നെ മികച്ച ചിത്ര സംയോജനം, എഡിറ്റിംഗ് മഹേഷ് ഭുവനേന്ദാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഒപ്പം മികച്ച സിനിമയായും ആട്ടം തെരഞ്ഞെടുക്കപ്പെടുന്നു. ഒപ്പം മികച്ച മലയാള ചിത്രം തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്കയാണ്. ബോംബെ ജയശ്രീ മികച്ച ഗായികയാകുന്നു. ശ്രീപദാണ് മികച്ച ബാലതാരം. മാളികപ്പുറം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് ശ്രീപദൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നിത്യ മേനോനാണ് മികച്ച നടി. ജനപ്രിയ ചിത്രം കാന്താരയാണ്. വാണിജ്യപരമായും ഒരുപാട് വിജയിച്ച, ഏറ്റവും വളരെ വിജയിച്ച സിനിമയായിരുന്നു കാന്താര. അതിപ്പോൾ ദേശീയതലത്തിൽ കൂടി അംഗീകരിക്കപ്പെടുകയാണ്. മികച്ച തമിഴ് സിനിമ പൊന്നിയിൻ സെൽവനാണ്. കൽക്കി കൃഷ്ണമൂർത്തിയുടെ നോവലിനെ അടിസ്ഥാനമാക്കി ഒരുക്കിയ സിനിമയാണ് പൊന്നിയിൻ സെൽവൻ. ആ സിനിമയുടെ 1-ാം ഭാഗം അതാണ് സിനിമയ്ക്കായി പരിഗണിച്ചത്. മികച്ച തമിഴ് സിനിമ മണിരത്നം ഒരുക്കിയ പൊന്നിയിൻ സെൽവനാണ്.